പശ്ചിമേഷ്യയിൽ കനക്കുന്ന സംഘർഷം സംബന്ധിച്ചാണ് ആദ്യം പോകുന്നത്. ഹോർമൂസിൽ UAEയുടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 6 ഭാരതീയർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒമാൻ തീരത്താണ് മെംബോസ് അൽ ബഹിയ എന്ന ടാങ്കർ ആക്രമിക്കപ്പെട്ടത്. ആക്രമണം നടത്തിയതായി ഇറാന്റെ സ്ഥിരീകരണവും വന്നിരിക്കുകയാണ്. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൺ, ഈ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നതിന്റെ കൃത്യമായ സന്ദേശമാണല്ലോ ഈ ആക്രമണം. ഇപ്പോൾ ഒരു ഭാരതീയൻ കൊല്ലപ്പെട്ടതായും 6ഓളം ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായും അറിയാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് ഐസൺ? ഗൗതം, ഇന്നലെ രാത്രിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊംബാസ അൽ ബഹിയ തുടങ്ങിയ UAEയുടെ നാഷണൽ കപ്പലുകൾ അവരുടെ തന്നെ ആവശ്യത്തിനായി പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എണ്ണ ടാങ്കറുകളാണ് ആക്രമണത്തിനിരയായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നാവികരുണ്ടായിരുന്ന നാവികരിൽ 8 നാവികരുണ്ടായിരുന്നതിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ കൊല്ലപ്പെട്ടതും പരിക്കേറ്റതുമായ നാവികർ ഭാരതീയരാണ് എന്ന അതീവ ഗൗരവമേറിയ ഒരു സാഹചര്യമുണ്ട്. 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പ്രധാനമായും ഈ ടാങ്കർ കപ്പലുകൾ അതുവഴി കടന്നു പോകുമ്പോൾ അതിനെ ആക്രമിക്കുന്ന, ഒമാൻ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ കപ്പലുകളെ ആക്രമിക്കുന്ന ഒരു നീക്കം കുറച്ചു കാലമായി തുടരുകയും ചെയ്യുന്നുണ്ട്. മൊംബാസ അൽ ബഹിയ എന്നീ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായപ്പോൾ കപ്പലുകൾ വൻതോതിൽ തീപിടിച്ച ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയാണ് UAE വിദേശകാര്യ മന്ത്രാലയവും UAE പ്രതിരോധ മന്ത്രാലയവും കൃത്യമായി ഈ ആക്രമണം നടന്ന കാര്യം സ്ഥിരീകരിക്കുകയും ഇത് തെറ്റായൊരു നടപടിയാണ്, ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയരായ നാവികൻ്റെ മരണത്തിലും അവർക്ക് പരിക്കേറ്റതിലും അതീവ ഖേദം രേഖപ്പെടുത്തുന്നതായും UAE അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾ, അതായത് പശ്ചിമേഷ്യയിലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കിടെ നേരെ നടത്തുന്ന ആക്രമണം ആ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ സ്വത്തിന് നേരെയും ആക്രമണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് അതീവ ഗൗരവമേറിയൊരു വിഷയമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് ഇതിൽ നിന്നും നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാം, ഇന്നലെ രാത്രിയാണ് ട്രംപ് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് 20% ചരക്കിൻ്റെ 20% അധിക ചുങ്കം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ കപ്പം ഏർപ്പെടുത്താനുള്ളൊരു നീക്കം നടത്തിയത്. അത്തരത്തിലൊരു നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള ഈ പ്രതികരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഹോർമൂസ് തുറന്നു തന്നെ കിടക്കുന്നു എന്ന് അമേരിക്ക പറയുന്നു. ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്നു എന്ന് ഇറാനും പറയുന്നു. സ്വാഭാവികമായും അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണവും നടത്തുന്നു. എല്ലാം കൊണ്ടും സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. UAEയുടെ എണ്ണ ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു ഭാരതീയൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഐസനാണ് വിശദാംശങ്ങൾ നൽകിയത്.